കഥ പറയാനുണ്ട്. മഹാനാവുന്ന ഷെയ്ഖുൽ ശംസുല്ലമ പറയലുണ്ട്. ഒരു മുമ്പ് കൂട്ടായി അക്ലൗസിയാതെ ഒരു പണ്ഡിതണ്ടായിരുന്നു. അയാൾ വലിയ വഴുതനും കാര്യമൊക്കെ ആയിരുന്നു. അപ്പം അയാളൊപ്പം വഴുതിന് പോകുമ്പോൾ കിതാബൊക്കെ ചുമന്നുകൊണ്ട് പോകുന്ന ഒരാളുണ്ട്. ഷൂട്ട് കാട്ടിട്ട് അയമുട്ടിയാക്കാമെന്ന് അയാളെ പറയുന്നത്. കാരണം അയാളെ പണി എന്താന്ന് പറഞ്ഞാൽ അന്ന് പെണ്ണുങ്ങളൊക്കെ കല്യാണത്തിന് പോകുമ്പോൾ പെട്രോൾ പേസ് എടുത്ത് പോണ പണിയാണ്. കാരണം ഇയാളെ വിശ്വസിച്ച് പറഞ്ഞേക്കാൻ പറ്റും. അപ്പം ഇയാളെ ഇരുത്താണ് വെളുക്ക് കെടുത്തൂല എന്നുള്ള അർത്ഥം. അങ്ങനെ ഉണ്ടല്ലോ, വൈകുന്ന വെളുക്ക് കെടുത്തുന്ന ആളുകളുണ്ടാവുമല്ലോ, ഒറ്റ അടുത്ത് വെളുക്ക് കൊടുക്കാൻ പറ്റൂല. അപ്പം ഇയാൾ വെളുക്ക് കെടുത്താതെ പോണ ആളാണ്. അപ്പം ഇയാളാണ് ഈ അയമുട്ടിലേരൊപ്പം കിതാബൊക്കെ ആയിട്ട് പോകല്. അപ്പം അയമുട്ടിലേര് ഹജ്ജിന് പോകുമ്പോൾ അയമുട്ടിലേരെ മനസ്സിൽ ഒന്നും നല്ലൊരു ഷേഖിനെ കിട്ടണം അവിടുന്ന്. അങ്ങനെ മൂപ്പര് ഹജ്ജൊക്കെ ചെയ്ത് അമലുകളൊക്കെ ചെയ്യുമ്പോഴും ഷേഖിനെ പറ്റിയുള്ള അതേ ചിന്തയിലിരുന്നു. ഒക്കെ കഴിഞ്ഞ് മടങ്ങി വരുമ്പോഴും ഷേഖിനെ കണ്ടില്ല. അപ്പോൾ അവസാനം മദീനത്ത് സിയാറത്ത് ചെയ്തിട്ട് പുറത്തിറങ്ങിയപ്പോൾ ഒരാൾ ഓടി വരലുണ്ട്. ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഇയല്ലേ കൂട്ടായി അബ്ദുള്ള എന്ന് പറഞ്ഞ ആളെന്ന് ചോദിച്ചു. ആന്ന് പറഞ്ഞു. അപ്പം ഇയാൾക്ക് തോന്നി ഇയാളാണ് ഈ കാലം ഷേഖ് എന്ന്. അങ്ങനെ വന്നിട്ട് പറഞ്ഞു, ഏതായാലും നാട്ടിൽ പോകല്ലേ, ഒരു വിസ്വാക്ക് കൊടുത്തു, ഒരു അറാക്കിൻ്റെ കഷ്ണം, ഇത് കഴിച്ച് കയ്യിൽ വെച്ചോ, ഇത് കളയുന്നിട്ടോ, ഇനി നാട്ടിലെത്തിയാൽ ഈ മിസ്വാക്ക് ചോദിച്ചു വരുന്ന ഒരാളുണ്ട്, ഓനാണ് നിൻ്റെ ഷേഖ്, അവനക്ക് ഈ മിസ്വാക്ക് കൊടുക്കുക, അവനെ ഷേഖായി സ്വീകരിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞു. അങ്ങനെ ഇയാളെ ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വന്ന് ഇയാളെ മനസ്സിലിങ്ങനെ എല്ലാവരും മൂപ്പരെ കാണാൻ വരികയാണ്. ഹജ്ജ് കഴിഞ്ഞ് വന്ന് അന്നങ്ങനെയാണ്, ഹജ്ജ് കഴിഞ്ഞ് ഒരാൾ വന്നാലും എല്ലാവരും കാണാൻ പോകും, ദ്വാരിപ്പിക്കാൻ പോകും. പിന്നെ അപ്പോൾ എല്ലാവരും കാണാൻ വരുമ്പോൾ മൂപ്പര് ആരും ശ്രദ്ധിക്കാൻ മൂപ്പർക്ക് കഴിയണില്ല. മൂപ്പര് ഈ മിസ്വാക്ക് വാങ്ങാൻ ആരാ വരുന്നതെന്ന് ആലോചിക്കുന്നുണ്ട്. അപ്പോഴാണ് ഇയാളൊപ്പം തുണക്ക് പോയിനെ കിതാബ് കയറ്റി പോയി അയമുട്ടിയൊക്കെ ഓടി വരുന്നത്. വന്നിട്ട് പറഞ്ഞു, പിന്നെ അബ്ദുള്ള ആ മിസ്വാക്ക് ഉണ്ടാകുന്നതാണ്. അതിൽ ഇയാളാകെ എന്തോ ആയിപ്പോയി. കാരണം ഇത് ഇത്ര വലിയ മഹാനെയാണ് ഞാൻ എൻ്റെ ഖാദിമായി കൊണ്ടുപോയത്. ഇയാളാണ് അവിടെ പെണ്ണുങ്ങളെ കല്യാണത്തിനൊക്കെ പെട്രോൾ സെറ്റ് പോയത്. ആളുകൾ പെണ്ണുങ്ങളൊപ്പം തുണക്ക് പോകാൻ കൂട്ടിയത് ഇയാളെയാണോ? ഇത്ര വലിയ മഹാന്. ആ മിസ്വാക്ക് ഉണ്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ മിസ്വാക്ക് കൊടുത്തു. പിന്നെ പറഞ്ഞു, നിങ്ങൾ എന്നെ ശരിയാക്കണം, എന്നാൽ എൻ്റെ അടുത്ത് എന്തൊക്കെ തകരാറുകളുണ്ട്. അപ്പോൾ പറഞ്ഞു, എടാ എൻ്റെ അടുത്തൊരു തകരാറില്ല. മോലിയരൊപ്പം ഖാദിമായി പോയ ആളാണ് ഇയാൾ ഉസ്താദിനോട് പറയേണ്ടത്. എടോ നിൻ്റെ അടുത്തൊരു തകരാറില്ല, എനിക്ക് കുറച്ച് കിബിർ കൂടിയിരിക്കണം. ഇത് ഞാൻ എൻ്റെ വയ്യാലെ കിതാബൊക്കെ ഏറ്റിങ്ങനെ പോരുമ്പോൾ എന്നേക്കാൾ വലിയ ആളാണെന്ന് എനിക്ക് തോന്നിയല്ലോ എന്നെ പറ്റി. അതുകൊണ്ട് ഇത് നാട്ടിലൊക്കെ നടന്ന് പറഞ്ഞാൽ ചൂട്ടുകെട്ടുന്ന അയമുട്ടിയാണ് എൻ്റെ ഷേഖ് എന്ന്, എന്നാൽ ശരിയായിക്കോളും എന്ന് പറഞ്ഞു. അത് പറഞ്ഞ് പിന്നെ അയമുട്ടിയാക്കാൻ ആ ലോകത്ത് കണ്ടിട്ടില്ല എന്നാ. മുമ്പര് കൊടുത്ത് ഒളിച്ചോടിപ്പോയി. മുമ്പര് പിന്നെ ആര് തിരഞ്ഞു നോക്കിയിട്ട് അയാളെ കാണില്ല. അപ്പം അങ്ങനത്തെ ചില ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ അതാണ്. അത് വലിയ കുപ്പായൊക്കെ ഇട്ട് തലയൊക്കെ ഇട്ട് വണ്ണത്ത് കെട്ടി ഒല്ലിയൊക്കെ ഇട്ട് ഇരുന്നോളണമെന്നില്ല. ഷെയ്ഖിന് പറഞ്ഞ